അപ്പൊ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോര് കറിയാണ്. ഇതിന് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അപ്പൊ നമ്മളിവിടെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല കട്ട തൈരാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ തൈരിലേക്ക് നമ്മൾ ഉപ്പിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി വെക്കാം. അപ്പൊ അതിനുശേഷം വേണം നമുക്ക് ഇതിന്റെ ബാക്കി പരിപാടികൾ. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മോര് കറിയാണ്. അപ്പൊ കുഞ്ഞു ഇതൊന്ന് നന്നായിട്ട് ഇളക്കിക്ക്. അപ്പൊ ഈ നല്ല കട്ടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കട്ടി കൂടുതലായതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മോനത് ഇളക്കണം. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിതിൻ്റെ കടുക് വറുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 ഇഞ്ചി ചെറിയൊരു കഷ്ണമാണ്, വളരെ ചെറുത്. ഒരു വറ്റൽമുളകുണ്ട്, 2 ഉള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പിലയും, ഒരു പച്ചമുളകും. ഇപ്പം ഇത്രയും സാധനങ്ങളാണ് നമുക്കിതൊന്ന് റെഡിയാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്റ്റൗ ഒന്ന് കത്തിക്കാം. അത് തന്നെ കെട്ടുപോയി. നമ്മുടെ സ്റ്റൗവിനൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ അരികുലുത്ത് പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം, അതവിടെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ആദ്യം ഇതിൻ്റെ അകത്ത് ഇടാൻ പോകുന്നത് നമ്മുടെ ഉലുവയാണ്. ഉലുവ നമ്മൾ വളരെ കുറച്ച് മാത്രം മതി, ഒരു നുള്ളു ഉലുവ മാത്രം മതി. അപ്പം അത് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ നമ്മുടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഏത് എണ്ണ വേണേലും എടുക്കാം. പിന്നെ നമുക്കൊരു നാടൻ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. ഒരു 1.5 ടീസ്പൂണാണ് നമ്മൾ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. അതിൽ കൂടുതൽ ആവശ്യമില്ല വെളിച്ചെണ്ണയുടെ, കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ചേർക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം. അതെ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്, മോന് വളരെ ഇഷ്ടപ്പെട്ടതുമായ ഒരു കറിയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പം നമ്മുടെ ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മുടെ കടുകാണ്. കടുക് വളരെ കുറച്ച് മാത്രം മതി, ഒരു നുള്ളു കടുക് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇവ രണ്ടും കൂടെ പൊട്ടിക്കഴിഞ്ഞിട്ട് വേണം ഇനി നമുക്ക് അടുത്ത സാധനങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കടുകും ഉലുവയും പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചി ചേർത്ത് കൊടുക്കാവേ. ചെറിയൊരിതുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഒന്ന് ഇളക്കി കൊടുത്തേക്കാം. ഒന്ന് ഇളക്കിയോ? അപ്പോൾ ഇനി പച്ചമുളക് ഇട്ടോട്ടെ. അപ്പോൾ ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകാണ്. നടുവേ കീറിയ ഒരു പച്ചമുളകേ ഉള്ളൂ, പക്ഷെ നടുവേ എല്ലാം കീറി ഇട്ടിട്ടുള്ളതാണ്. അതൊരു സത്യം. അപ്പൊ ഇനി നമുക്ക് ഇട്ട് കൊടുക്കാതെ പടക്കം പൊട്ടിയില്ലേ. ഇടയ്ക്കൊക്കെ നമ്മുടെ കൂടെ അടുക്കളയിലൊക്കെ പിള്ളേർ കയറിയാലല്ലേ അവരും പഠിക്കും. നമുക്ക് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാവേ. ചെറിയ ഉള്ളി ഇച്ചിരി എടുത്തിട്ടുണ്ട്. ഒരു ഉള്ളിയുടെ മതി, അതിൽ കൂടുതലാകത്തില്ല. അതൊരു കുഞ്ഞു മുറിച്ച് അപ്പൊ നമ്മള് കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പൊ നമ്മുടെ എല്ലാം സാധനം എടുത്തു. മഴ ഇന്നുണ്ട്. അപ്പൊ ഈ ചൂടായി കിടക്കുന്ന നമ്മളിപ്പോ സ്റ്റൗ നിർത്തിയേ, ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു നുള്ള് കാശ്മീരി മുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കുകയാണ്. 2 ഇച്ചിരി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മുടെ കൊടുക്കും. ഇളക്കിക്കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകെ. അപ്പൊ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. അതന്നെ, സാധനം എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ഉപ്പ് നോക്കാവേ. ഉപ്പ് പുളിയും എരി എല്ലാം കറക്റ്റ് തന്നെ. നല്ല അത്യാവശ്യം കൊഴുത്ത മോര് കറി തയ്യാറായിരിക്കുക. ഇപ്പൊ നമ്മളിത് വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള, തേങ്ങയൊന്നും ചേർത്തിട്ടില്ല, അതാണ് മെയിൻ കാര്യം. സിമ്പിളായിട്ട് കൊച്ചു പിള്ളേർക്ക് പോലും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോര് കറിയാണ് ഇത്. വളരെ ടേസ്റ്റിയാണ്, ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാതെ, വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ ഇതുവരെ ചാനൽ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണം കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. അതെ, ബെല്ലൈക്കണം കൂടെ ഓൺ ചെയ്യണം. അപ്പൊ നമ്മളിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതായിരിക്കും.
പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അത് നമ്മുടെ കുഞ്ഞു മോന് വരെ ഇഷ്ടമുള്ളൊരു കറിയാണ്. അതുപോലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന വളരെ ഈസി ആയിട്ട് അവർക്ക് തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പം ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. അപ്പം ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയായിട്ട് നാളെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.